നമസ്കാരം. വീണ്ടും ലവ് ജിഹാദ് എന്ന വിപത്തിന് മറ്റൊരു ഇര. സോന എന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 23 വയസ്സേ ഉള്ളൂ. റമീസ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ സുഹൃത്ത് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറഞ്ഞ് ഇവനും ഇവൻ്റെ ബന്ധുക്കളും എല്ലാം കൂടി നിർബന്ധിച്ചു എന്നുള്ള കാര്യമാണ് ഈ സോനയുടെ മരിച്ചുപോയ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ നൽകിക്കഴിഞ്ഞു. അതിൻ്റെ ഫോളോ അപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകാം. എന്തായാലും ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലവ് ജിഹാദ് ഇവിടെ ഇല്ല, അങ്ങനത്തെ സംവിധാനമേ ഇല്ല എന്ന് പറയുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് നിരവധി സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും ഒക്കെ തന്നെ ധാരാളം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ മതഭീകരവാദികളുടെ ഒരു അജണ്ടയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ പ്രത്യേകമായി വല വീശി പിടിച്ച് മതം മാറ്റുക, അതിന് പ്രത്യേകമായി ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാസം മിനിമം ഒരാളെയെങ്കിലും, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെങ്കിലും ഇതുപോലെ വളച്ച് പ്രണയത്തിലാക്കി അവളെ മതം മാറ്റി കല്യാണം കഴിച്ചിരിക്കണം. അതിനുശേഷം അവൾക്കെന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും SDPയെയും മറ്റ് ചില ഏജൻസികളും ഒക്കെ തന്നെ ഇതിന് പിന്നാലെയാണ്. അവർക്കതിന് ധാരാളം പണവും കിട്ടുന്നുണ്ട്. പണവും എല്ലാ സംവിധാനങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ ഫോണ്, വില കൂടിയ വണ്ടികൾ, വില കൂടിയ ഡ്രസ്സ്, വില കൂടിയ ഹെയർ സ്റ്റൈലുകൾ, ഇതൊക്കെ ഈ പണം മുടക്കുന്നത് ഇത്തരം ഭീകരവാദ ഗ്രൂപ്പുകളാണ്. ചെറുപ്പക്കാരായ കുട്ടികളെ ഇത്തരത്തിൽ പറഞ്ഞു വിട്ട് ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മയക്കിക്കൊണ്ട് വാ, എന്നിട്ട് മതം മാറ്റ്. കാരണം അവർക്കൊരു നമ്പറുണ്ട്. ആ നമ്പർ എത്തുന്നവരെ അതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് ഈ പിച്ചക്കാർക്ക്, ഭിക്ഷാടന മാഫിയക്കാർ ടാർഗറ്റ് കൊടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഇന്ന ദിവസം ഇന്ന പ്രദേശത്തു നിന്ന് 1000 രൂപ കളക്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇന്ന പ്രദേശത്തു നിന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെങ്കിലും വളച്ച് മതം മാറ്റിയിരിക്കണം, അവളെ പ്രണയം നടിച്ച് മതം മാറ്റിയിരിക്കണം എന്നുള്ള ടാർഗറ്റാണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവനെ വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കുമായിരിക്കും, നമുക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇത് വലിയ ഒരു ശൃംഖലയാണ്, വലിയ റാക്കറ്റാണ്. കേരളം മുഴുവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏജൻസികളോ ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങളോ പോലീസോ ഒന്നും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഹിന്ദു പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ നിരവധി ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇവർ പരിപാടി നടത്തുന്നത്. നമ്മൾ ഈ മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പല വാർത്തകളുമൊക്കെ നൽകാറുണ്ട്, മതപരിവർത്തനം എന്ന അനാരോഗ്യകരമായ പ്രസ്താവനയെക്കുറിച്ച്. അപ്പം ഇത്തരം പരിപാടികൾ, അപ്പോൾ ഒരുപാട് ബിഷപ്പുമാരും അതുപോലെ മതമേലധ്യക്ഷന്മാരും ഒക്കെ ഈ വിഷയത്തിൽ വലിയ പ്രതികരണം നടത്തി. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ലവ് ജിഹാദിനെക്കുറിച്ച് ഒന്നും ഇതുവരെ കാര്യമായി മിണ്ടിയിട്ടില്ല. 1-2 മതമേലധ്യക്ഷന്മാർ മാത്രം മിണ്ടി. അവരുടെ ഓഫീസും അരമനയും ഒക്കെ വളഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. അതായത് അവരെ കൊല്ലാതെ വിട്ടത് അല്ലെങ്കിൽ അവർക്ക് അപകടങ്ങൾ പറ്റാതിരുന്നത് ഭാഗ്യം. PC ജോർജ് ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഒക്കെ ഉണ്ടായ വിഷയങ്ങൾ, ഇത്തരം മതപരിവർത്തനം അല്ലെങ്കിൽ ലവ് ജിഹാദ് വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഏതാനും നാൾ മുമ്പ്. അന്ന് അദ്ദേഹത്തെ ക്രൂശിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. ഈ വിഷയത്തിൽ മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ സഭാവിശ്വാസികളായ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ എന്താണ് മിണ്ടാത്തത്? എന്താണ് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത്? ഈ പെൺകുട്ടി ക്രിസ്ത്യാനിയാണ്, സോന എൽദൂസ്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടി ജീവനൊടുക്കിയത്. വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ ഈ റമീസ് എന്ന് പറയുന്ന അവനും കുടുംബാംഗങ്ങളും മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. മതമാറ്റത്തിന് സമ്മതിച്ച തന്നോട് ക്രൂരത തുടർന്നു. മതമാറ്റത്തിന് സമ്മതിച്ചു കുട്ടി, എന്നിട്ടും ക്രൂരത തുടർന്നു. സഹികെട്ട് മനം നൊന്താണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പം ഇത്തരം കോളേജുകൾ കേന്ദ്രീകരിച്ചും അതുപോലെയുള്ള സഭയുടെ ആരാധനാലയങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് നിരവധി പേർ ഇത്തരത്തിൽ മതപരിവർത്തനം അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. പള്ളിയിലച്ചന്മാരും മതമേലധ്യക്ഷന്മാരും പിതാക്കന്മാരും ഒന്നും, നമ്മുടെ പാമ്പ്ലാനി പിതാവൊന്നും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത് എന്താണ്? ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത് എന്താണ്? നിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റിക്കോളൂ, കുഴപ്പമില്ല, മതം മാറ്റ മാഫിയോടുണ്ട് എന്ന് വ്യക്തമായിട്ടറിയാം. അതിനുവേണ്ടിയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ മതം മാറ്റമാണ്. വിദ്യാഭ്യാസം നൽകിക്കൊണ്ട്, ആരോഗ്യ പരിപാലനം നൽകിക്കൊണ്ട് നടത്തുന്നത് ഫുൾ മതമാറ്റ പരിപാടിയാണെന്നുള്ള കാര്യം ആർക്കും അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഈ ലവ് ജിഹാദിൽ പെടുത്തി ഈ പെൺകുട്ടികളുടെ ജീവിതവും ജീവനും കളയുന്ന പരിപാടി, അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇതുപോലെ പോയിട്ടുണ്ട്. ഈ സോന എൽദോസിനെ പോലെ എത്രയോ പേർ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, എത്രയോ പേരെ കൊന്നിട്ടുണ്ട്. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല.
സാധാരണ മരണമായി അതൊക്കെ തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. സഭാപിതാക്കന്മാർ ഈ വിഷയത്തിലെങ്കിലും ഒന്ന് ഇടപെടണം. ഇടപെട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. അതുപോലെ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ വിശ്വാസ സമൂഹങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു വലിയ വിപത്തിനെതിരെ അതിശക്തമായി തിരിയണം. നമ്മുടെ അധികാരികൾ ആരും തിരിയില്ല. അവർക്കൊക്കെ പ്രീണനമാണ് പ്രശ്നം. അവർക്ക് ഒരു സമുദായത്തെ തൊട്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തൊട്ട് കളിക്കാൻ അവർക്കൊക്കെ ഭയമാണ്. പക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം കൂടുതൽ ശക്തമായി ഈ രംഗത്തേക്ക് അതിശക്തമായി തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് കടന്നു വരണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.